नमस्कारम। स्पिरिचुअल एनाटमी सेशनिലേക്ക് ഏവർക്കും स्वागतम। स्पिरिचुअल एनाटमी सेशन में सभी का स्वागत है। पहले हम सेंटरिंग करते हैं। ആദ്യം നമുക്ക് സെന്റർ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. आंख बंद करके शांत होके बैठ जाइए. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. हृदय में मौजूद दिव्य प्रकाश का स्रोत मन को आकर्षित करते हुए महसूस कीजिए. ആ ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനത്തിലിരിക്കൂ. उस दिव्य प्रकाश में ध्यान प्रारंभ कीजिए. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. मन में अगर चिंताएं आती है तो जेंटली उनको इग्नोर करने का और दिव्य प्रकाश में ध्यान चालू रखिए. प्लीज स्टार्ट मेडिटेशन. ഓക്കെ, ആ കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. धीमे से आँख खोलिए. हृदय में जो कंडीशन है उसको मेंटेन कीजिए. നമ്മളുടെ സ്പിരിച്വൽ അനാറ്റമി സെഷനിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് थर्ड पॉइंट ने कुറിച്ചിട്ടാണ്. अब हम थर्ड पॉइंट के बारे में चर्चा कर रहे हैं. थर्ड पॉइंट എന്ന് പറഞ്ഞാൽ അഗ്നി പോയിന്റ്, ഫയർ പോയിന്റ്. തേർഡ് പോയിന്റ് ഫയറിൻ്റെ ക്വാളിറ്റീസിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു ആദ്യത്തെ സെഷനിൽ. ഫയറിൻ്റെ ക്വാളിറ്റീസ് പറഞ്ഞാൽ പാഷൻ, സ്നേഹം, അത് വെളിച്ചം നൽകുന്നു, അതെപ്പോഴും ഉയർത്തുന്നതാണ്. അതാണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ആ ഭക്തിയായിട്ട് പരിണമിക്കേണ്ടത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതേ പോയിന്റിൻ്റെ സ്വഭാവ ഗുണങ്ങളാണ് ഭയം എന്ന് പറയുന്നത്. ഭയവും അരക്ഷിതാവസ്ഥയും അതല്ല, അത് നമ്മളെ ഈ സൃഷ്ടിയെ വിടാൻ തയ്യാറാവാതെ നമ്മൾ അതിൽ അറ്റാച്ച്ഡ് ആക്കുന്നു. अग्नि पॉइंट का जो स्वभाव है वो प्रेम है. वही भक्ति के रूप में परिवर्तन होना है. और उसके विपरीत उसी पॉइंट का लोअर तरफ का क्वालिटी है भय, डर, जो हमें हमारी सृष्टि में अटैच करता है. നമ്മുടെ സൃഷ്ടിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ഭൗതികമായിട്ടുള്ള ഡ്യൂട്ടീസിനെ നമ്മൾ നിലനിർത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതം कंटिन्यू ചെയ്യാൻ സാധിക്കുള്ളൂ. हमें हमारी जो सृष्टि है, हमारे जो ड्यूटीज़ है, उनको हम फॉलो करना चाहिए, उसको अच्छी तरह निभाना चाहिए. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ജീവിത യാത്ര നടത്താൻ സാധിക്കൂ. അപ്പോൾ പരിപൂർണമായിട്ടുള്ള ആ ഒരു പാഷൻസ്, ദിവ്യ സ്നേഹം,
നമ്മുടെ ഈ ഭൗതിക ജീവിതം വെടിഞ്ഞിട്ടുള്ള ഒരു സന്യാസ ജീവിതം अभिगाम्യമല്ല എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. और हमारे जो मानुषिक जो धर्म है ये छोड़ के आध्यात्मिकता के पीछे जाना, संन्यास के पीछे जाना, वो हमारे लक्ष्य में पहुंचने के लिए थोड़ा ബ്ലോക്ക് करेगा. അതുകൊണ്ട് ഇത് രണ്ടും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. രണ്ട് എക്സ്ട്രീംസും ദാജി പറയുന്നത് എക്സ്ട്രീംസ് ഇതിൻ്റെ ഇടയിൽ കൂടെ മിഡിൽ വേ കൂടെ പോകണമെന്നാണ്. നമുക്ക് അങ്ങോട്ടും പോകാൻ പാടില്ല ഇങ്ങോട്ടും പോകാൻ പാടില്ല. हमें इस तरफ ज़्यादा स्पिरिचुअलिटी की तरफ और इस तरफ ज़्यादा भौतिकता की तरफ नहीं जाना है. ये दोनों सम्मिलित करके हम लोग को जाना है, इंटीग्रेट करने के लिए जाना है. क्योंकि जो क्रिएटर है भगवान है, ये दोनों है. ऐसा नहीं कि भगवान आध्यात्मिक है, ऐसा नहीं कि भगवान सृष्टि है. ഈശ്വരൻ ആധ്യാത്മികമായിട്ടുള്ള സബ്ജക്റ്റീവായിട്ടുള്ള ഭാവം മാത്രമല്ല, ഈശ്വരൻ സൃഷ്ടി മാത്രമല്ല. ഈശ്വരൻ ഇത് രണ്ടുമാണ്. ഈശ്വരൻ തന്നെയാണ് സൃഷ്ടി, ഈശ്വരൻ തന്നെയാണ് മനസ്സ്, എല്ലാം ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ആ തിരിച്ചറിവിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കിയിട്ട് ശരിയായിട്ടുള്ള ജ്ഞാനത്തിലൂടെ മുന്നോട്ട് പോകണം. അവിടെയാണ് ഈ ചക്രങ്ങളുടെ ഇൻ്റഗ്രേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. हमको सभी चक्रों का यथार्थ ज्ञान लेके यात्रा करना चाहिए, इसलिए इनको इंटीग्रेट करना चाहिए. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഗ്നി പോയിന്റിൻ്റെ ക്വാളിറ്റിയിൽ മെഡിറ്റേറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അഗ്നി പോയിന്റിൽ വാട്ടർ എലിമെൻറ്റ്, അതായത് ഫോർത്ത് എലിമെൻറ്റിന് അത് തമ്മിലുള്ള ഹാർമണി. अग्नि पॉइंट, अग्नि चक्र और जल चक्र, फोर्थ माइंड में जल चक्र है, इन दोनों में जो हार्मनी है उसके बारे में हमको पता चलना चाहिए, उसके बारे में डिस्कस करेंगे. वाटर पॉइंटिൻ്റെ 12 o'clock अग्नि पॉइंटिൻ്റെ 12 o'clock പോയിന്റാണ് वाटर एलिमेंट उള്ളത്. अग्नि चक्र जो थर्ड पॉइंट है उसके 12 o'clock पोजिशन में है जल, वाटर एलिमेंट. വാട്ടർ എലിമെൻറ്റ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ജലം എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? വാട്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത് കൂളിംഗ് എഫക്റ്റ്, റിഫ്രഷിങ് എഫക്റ്റ്, നമുക്ക് വെള്ളത്തിൻ്റെ സ്വഭാവം അറിയാം. അതുപോലെ തന്നെ കോൺഫിഡൻസ്, करेज, मनोधैर्य और हमारा धैर्य है, हमारा कॉन्फिडेंस है, ये सब जल चक्र का स्वभाव है. നമ്മൾ വെള്ളത്തിനെ ഡാമിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡാമിൽ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ അത് എത്ര പവർഫുള്ളായി, അതിൽ നമുക്ക് എനർജി ഉൽപ്പാദിപ്പിക്കാം. जो वाटर है, पानी है, जो बहता पानी है, उसको एक डैम बना के उसको रोको तो तब बहुत पावरफुल हो जाएगा, उससे ही हमको इलेक्ट्रिसिटी आता है. അപ്പോൾ यही है വാട്ടർ പോയിന്റ് का ക്വാളിറ്റി, കറേജ്. അതിനെ മൾട്ടിപ്പിൾ ചാനൽസിലേക്ക് വിടാതെ നമ്മൾ ഏകീകൃതമായിട്ട് വെക്കാനുള്ള ആ കഴിവ്, അതാണ് വാട്ടർ പോയിന്റിൽ നമുക്ക് വരുന്നത്. വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ളൊരു കോൺഫിഡൻസ്, जल का जो क्वालिटी आएगा तो इतना कॉन्फिडेंस आएगा, और उस कॉन्फिडेंस के पीछे इतना शांतता, ഒരു കുളിർമയും വരും. കോൺഫിഡൻസ് ദേഷ്യത്തിലോ അല്ലെങ്കിൽ ക്രോധത്തിലോ അല്ല വരിക, നമ്മൾ ശാന്തമായിട്ട് റിഫ്രഷിങ്, അങ്ങനെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ആൾ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും. ऐसा एक कॉन्फिडेंट आदमी हमारे बीच में है तो हमको वो शांतता फील करेगा, एक तरह का रिफ्रेशिंग फील हो जाएगा. हम मास्टर के पास बैठे तो ऐसा लगता है हमको, നമ്മൾ മാസ്റ്റർ എടുത്തിരിക്കുമ്പോൾ എന്തൊരു സമാധാനം, ശാന്തത, ഒരു തണുപ്പതിന് ഉള്ളിലൊരു സമാധാനം, അതാണ് ജലത്തിൻ്റെ സ്വഭാവം. അപ്പോൾ ഈ കോൺഫിഡൻസും ഈ അഗ്നിയുടെ ലവ്, സ്നേഹവും ഒന്നിച്ചു പോകണം. जो हमारे अग्नि चक्र का प्रेम है और एक कॉन्फिडेंस जोड़ के जाना चाहिए. നമ്മുടെ ഈ തരത്തിലുള്ള ഈ കോൺഫിഡൻസ് ഇത് എവിടെ നിന്നാണ് വന്നത്? നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ്, നമുക്ക് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് കാരണം നമുക്ക് വിൽ പവർ ഉപയോഗിക്കാൻ സാധിക്കും. जब हमको कॉन्फिडेंस है, हमको इच्छाशक्ति हम യൂസ് कर सकते हैं. എവിടെ നിന്നാണ് ഇച്ഛാശക്തി പ്രകടമാവുന്നത്? അബ്സല്യൂട്ട് തം എന്നുള്ള ആ തലത്തിൽ അവിടെ ഒന്നുമില്ലായ്മയാണ് എന്ന് നമ്മൾ മാസ്റ്റേഴ്സ് പറയുന്നത്. നത്തിങ്നെസ്, जो अब्सोल्यूट है, तम अवस्था है, उसमें नथिंगनेस है. और उस नथिंगनेस में, ആ നത്തിങ്നെസ്സിൽ സൃഷ്ടിക്കുള്ള ഒരു പൊട്ടൻഷ്യാലിറ്റി, സൃഷ്ടിക്കുള്ള സാധ്യത, പോസിബിലിറ്റി, അത് ഉടലെടുക്കുമ്പോഴാണ് കേന്ദ്രമായിട്ട് മാറുന്നത്. जब वो नथिंगनेस में सृष्टि की पोटेंशियलिटी आती है तब केंद्र बन जाता है, तभी गॉड प्रकट होता है. तभी तक गॉड का भी പ്രസൻസ് नहीं है. അപ്പോൾ ഈശ്വരൻ പ്രകടമാവുകയാണ് സൃഷ്ടിക്കുള്ള ആ ഒരു ആവശ്യത്തിനായിട്ട്. അപ്പോൾ കേന്ദ്രം പ്രകടമാകുമ്പോൾ സാധ്യത വരികയാണ്. അപ്പോൾ കേന്ദ്ര മണ്ഡലമുണ്ട്,
जो केंद्र प्रकट होता है तो सृष्टि का पॉसिबिलिटी आता है, और जो केंद्र मंडल है वो प्रकट होता है, सेंट्रल റീജിയൻ. കേന്ദ്രമണ്ഡലത്തിൽ लेटेंट मोशंस ആണ്, ഒരു मैग्नेटिक फील्ड ഉള്ള പോലെ. जो केंद्र है वो मैग्नेट से उपमा कर सकते हैं, और जो केंद्र मंडल है उसका फील्ड हम नहीं देख सकते. മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറ്റും, പക്ഷെ അത് ഫീൽഡ് ഉണ്ട്, അതിൽ എന്തെങ്കിലും അയൺ ഫൈലിങ്സ് വന്നാൽ ഫീൽഡ് മനസ്സിലാവും. അതുപോലെ കേന്ദ്രമണ്ഡലത്തിൽ अदृश्य ചലനങ്ങളുണ്ട്. केंद्रमंडल में अदृश्य चलन है, और ये जो केंद्र है यही धीरे धीरे पुरुषा के रूप में प्रकट होता है. പതുക്കെ പതുക്കെ ആ കേന്ദ്രം സാധ്യതയിൽ നിന്ന് സൃഷ്ടിയിലേക്ക് തിരിയുന്നു. जो पॉसिबिलिटी है वो धीरे धीरे प्रकट होता जाता है. സൃഷ്ടിയിലേക്ക് പ്രകടമാകുമ്പോൾ അപ്പോഴാണ് അത് പുരുഷനായി മാറുന്നത്. അപ്പോൾ കേന്ദ്രമണ്ഡലത്തിൻ്റെ ആ ഭാഗം ക്ഷേത്രമായി മാറുന്നു, പ്രകൃതിയായി മാറുന്നു. അങ്ങനെയാണ് പുരുഷനും പ്രകൃതിയുമായി മാറുന്നത്. ये जो पुरुष और प्रकृति, जो केंद्र है और जो उसका केंद्र क्षेत्र है, ये जॉइन होता है, तब अब्सोल्यूट बन जाता है. ഈ പുരുഷനും ഈ പ്രകൃതി യോജിക്കുമ്പോൾ അബ്സല്യൂട്ട് ആവുന്നു. അതുകൊണ്ടാണ് പുരുഷ പ്രകൃതി സംയോഗം, योग പോലത്തെ. അതുകൊണ്ടാണ് യോഗം എന്ന് പറയുന്നത്. പുരുഷനും യഥാർത്ഥത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ഇത് യോഗം അനുഭവിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവുന്നു, അത് തിരിച്ചറിയുന്നു. ये जब हमारे अंदर जो संयोग होता है तभी हमें वो आनंद मिलता है, और वो अब्सोल्यूट का क्वालिटी हमको मिलता है. അപ്പോൾ ഈ പുരുഷൻ ക്ഷേത്രത്തിലേക്ക് തിരിയുമ്പോൾ, जब ये सेंटर पुरुष के रूप में क्षेत्र की तरफ देखता है, तब वो क्षेत्र को एकत्र करके रखने की शक्ति है उसमें. അപ്പോൾ നമ്മൾ സൃഷ്ടി നടത്തിയിട്ട്, പുരുഷൻ സൃഷ്ടി നടത്തിയിട്ട് ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന സമയത്ത് ആ സൃഷ്ടിയെ ഒന്നിച്ച് നിർത്താനുള്ള ആ ഒരു ശക്തി ഉള്ളിലുണ്ട്. ഒരു കുടുംബം നിർമ്മിക്കുമ്പോൾ, ഒരു ഫാമിലി അച്ഛനമ്മമാർ നിർമ്മിക്കുമ്പോൾ കുട്ടിക്കാലത്ത് കുട്ടികളാണ്, അപ്പോൾ ആ കുട്ടികളെ കൺട്രോൾ ചെയ്യാനും കുടുംബത്തെ ഒന്നിച്ച് നിർത്താനുമുള്ളൊരു പവർ ഉണ്ട്. जब एक फैमिली का उत्पन्न होता है, हस्बैंड और वाइफ है, बच्चे होते हैं, तभी उन सबको जो जॉइन करके रखने की एक शक्ति है, उसको विल पावर बोलते हैं. ഇതിനാണ് വിൽ പവർ എന്നത്. ये विल है, जो इच्छा है, അതാണ് കുടുംബത്തിനെ തകരാതിരിക്കാൻ സഹായിക്കുന്നത്. यही जो इच्छा शक्ति है, यही फैमिली को एकत्र करके रखता है और छिन्न भिन्न होने से प्रोटेक्ट करता है. അപ്പോൾ ദാജി എൻട്രോപ്പിനെ കുറിച്ച് പറയുന്നു. എൻട്രോപ്പി, അഗർ ഹം ഇച്ഛാശക്തി നഹി യൂസ് കിയ, നമ്മൾ ഇച്ഛാശക്തി ഉപയോഗിച്ചില്ലെങ്കിൽ ഛിന്ന ഭിന്നമായി പോകും. എന്ത് സാധനം നമ്മൾ ഉപയോഗിച്ചപ്പോൾ, ഒരു സാധനം വയ്ക്കണം, ഈ മേശ, ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് കേടുവന്നു. വീട് ശ്രദ്ധിക്കാതെ വിട്ടാൽ കേടുവന്നു. अगर हमको ये घर हमने अच्छी तरह देखभाल नहीं किया तो वो बिगड़ जाएगा. ऐसे टेबിൾ भी ऐसा है. അതാണ് വിൽ പവർ എന്ന് പറഞ്ഞാൽ അതിനെ അതേപോലെ നിർത്താനും അതിനെ യോജിപ്പിച്ച് വെക്കാനുമുള്ള കഴിവ്, പവർ. അപ്പോൾ ആ പവറാണ് നമ്മുടെ കൂടെയും ഉള്ളത്. यही इच्छा शक्ति हमारे भी साथ है, वो दिव्य इच्छा शक्ति है. और जब हम उस सेंटर से बिछुड़ के नीचे आ गए, तभी हमारे साथ भी वही इच्छा शक्ति. നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് വിട്ടുപോകുന്ന ആത്മാക്കളായിട്ട് വിട്ടുപോകുന്നപ്പോൾ അതേ ഇച്ഛാശക്തി നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ നമ്മുടെ ചെറിയ സൃഷ്ടികൾ നടത്തുന്നു, പക്ഷെ ആ സൃഷ്ടിനെ, നമ്മുടെ ചെറിയ സൃഷ്ടിനെ കൂട്ടിയിണക്കി വെക്കുന്നത് അതേ ഇച്ഛാശക്തി. हमने ये छोटे छोटे क्रिएशंस बनाए हैं, उसको हम एक बन के रखते हैं, वही इच्छा शक्ति यूज करते हैं. पर वो डिवाइन इच्छा शक्ति, ये हमारे छोटा इच्छा शक्ति, छोटा क्रिएशन ജോയിൻ करके रखने की ഇച്ഛാശക്തി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഇച്ഛാശക്തി ഉണ്ട്, ഈ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇച്ഛാശക്തിയിൽ നമുക്ക് കറേജും കോൺഫിഡൻസും വരുന്നത്. അപ്പോൾ സൃഷ്ടിയുടെ തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള ആ ബാബുജി മഹാരാജ് പറയുന്നുണ്ട്, ആ തണുപ്പ്, ഒരു കൂൾ എഫക്റ്റ് ഉണ്ടായി എന്ന് ബാബുജി മഹാരാജ് പറയുന്നുണ്ട്. അതും ഈ ഫയറും കൂടി സംയോജിച്ചിട്ടാണ് ശരിക്കും സൃഷ്ടി നടത്തുന്നത്. അപ്പോൾ സൃഷ്ടി ഉത്പാദിപ്പിക്കാനുള്ള ആ ശക്തിയും സൃഷ്ടി കൂട്ടിയിണക്കി വയ്ക്കാനുള്ള ശക്തി, ഇത് രണ്ടും ഒന്നാണ് ആ സമയത്ത്. सभी दोनों एक ही है. पर हमारे पास आ गए, तब ये जो इच्छा शक्ति है, ये हम बाहर डिपेंड करने लगे. നമ്മൾ നമ്മുടെ സൃഷ്ടിയിലേക്ക് തിരിഞ്ഞ പോലെ, നമ്മുടെ ക്രിയേഷൻ നിൽക്കുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ പുറത്തേക്ക് തിരിഞ്ഞു. ഒരു ഉദാഹരണം എടുക്കാം. ഒരു കുട്ടി ജനിക്കുകയാണ്. ആ കുട്ടി ജനിക്കുന്നത് ഉള്ളിലുള്ള ആ ആത്മാവിൻ്റെ ആ ശക്തി കൊണ്ടാണ്. അത് ക്രമേണ സെൽസിനെ രൂപീകരിക്കുന്നു, സെൽസിൻ്റെ ഫങ്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു, ഒരു ശരീരം ഡെവലപ്പ് ചെയ്യുന്നു. एक आत्मा मदर के गर्भ में रख के अपना शरीर उपयोग करता है, उसका सृष्टि करता है, सेल्स को एकत्रित करके एक शरीर की सृष्टि करती है. ये कहाँ से ये पावर आ गया? ये उसके अंदर से आ गया. ഈ സൃഷ്ടിക്കുള്ള പവർ എവിടുന്ന ഉള്ളിനെ വന്നത്. അപ്പോൾ ആ ധൈര്യം ഉണ്ടായിരുന്നു. ഈ ശരീരം ഞാൻ നിർത്തുമ്പോഴും
ഈ ശരീരത്തിനെ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ആ സമയത്ത്. जब हम उस टाइम पर है, हमारे माता जी के वूम्ब में है, गर्भ में है, तभी हमको वही इच्छा शक्ति है. ഡിവൈൻ ഡിവൈൻ വിൽക്ക് സമീപ് की ഇച്ഛാശക്തി. ആ ഡിവൈൻ വില്ലിൻ്റെ അടുത്തുള്ള ഇച്ഛാശക്തി ഉണ്ട്. നമ്മൾ ഈ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സംസ്കാരങ്ങളെ പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് യാതൊരു വിധത്തിൽ താഴേക്ക് വീഴാതെ ഞാൻ അചഞ്ചലനായിട്ട് എൻ്റെ ആ സെൻറ്ററിൽ തന്നെ കണക്ട് ചെയ്ത് ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കും. അപ്പോൾ സംസ്കാരങ്ങൾ എന്നെ ബാധിക്കില്ല. ജബ് ഹം വൂം മേ ഹെ ഹമാരി വോ ഈ പ്രാർത്ഥനയാണ്, നമ്മുടെ പ്രാർത്ഥനയാണത്. ഞാൻ ഇറങ്ങി വരുമ്പോൾ ഞാൻ അങ്ങേക്കിൽ തന്നെ എൻ്റെ ഉള്ളിലുള്ള ഉണ്മയിൽ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് ഈ സംസ്കാരങ്ങൾ അനുഭവിച്ച് ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാം. ये जो संस्कार है ये कंप्लीट अनुभव करके कभी भी नीचे नहीं गिर के पूर्ति करूँगा, पूरा करूँगा. मैं आपके ही പാസ് ആപ്കെ ഹി സറണ്ടർ മേ സമർപ്പൺ മേ രഹൂങ്ക. ഞാൻ അതേ സമർപ്പണത്തിൽ ജീവിക്കും എന്നുള്ള തീരുമാനത്തിലാണ് വരുന്നത്. പക്ഷെ ജനിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജനിച്ചു കഴിയുമ്പോഴേക്കും ശരീരം വളരുന്നു, പുറത്തേക്ക് നോക്കുന്നു. ജബ് ഹം ബാഹർ ആത്തെ ഹെ, മാതാ കി വൂം സെ ബാഹർ ആത്തെ ഹെ, ഹമാരാ ആങ്ക് ഖോൽത്താ ഹെ, കാൻ ഖോൽത്താ ഹെ, ഇന്ദ്രിയങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു, പുറം ലോകത്തിലേക്ക് തിരിയുന്നു. തബി ഹമാരെ സെൻസസ് ബാഹർ ദേഖനെ ലഗ്താ ഹെ. और जो हमारी डिसीजन था, जो अंदर की जो इच्छा शक्ति है बाहर की तरफ गए, നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞ ഇച്ഛാശക്തിയെ നമ്മൾ പുറത്തേക്ക് കണക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ശരീരമാണ് എന്നെ നിലനിർത്തുന്നത്, എൻ്റെ കുടുംബമാണ് എന്നെ നിലനിർത്തുന്നത്, എൻ്റെ ശക്തികളാണ് എന്നെ നിലനിർത്തുന്നത്, എൻ്റെ പൈസയാണ് എന്നെ നിലനിർത്തുന്നത്. तभी हमको ये फीलिंग होता है कि धीरे धीरे मेरा शरीर ही इम्पोर्टेंट है, मेरी पैसा इम्पोर्टेंट है, मेरा पोजीशन इम्पोर्टेंट है, मेरा सोसाइटी इम्पोर्टेंट है, मेरा कास्ट इम्पोर्टेंट है, रिलीजन इम्पोर्टेंट है. അപ്പോൾ जो सच में इम्पोर्टेंट था, എൻ്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ, എൻ്റെ എസെൻസ്, അതാണ് ഇതിനൊക്കെ ശക്തി നൽകിയത്. അത് നമ്മൾ മറന്നു പോകും. എനിക്ക് ആരാണ് ഇതിനൊക്കെ ശക്തി നൽകിയത്? ആരാണ് ഈ ശരീരം ഉണ്ടാക്കിയത്? किसने ये शरीर बनाया, किसने ये परिवार बनाया, किसने कौन इस ये सब अनुभव करता है, ये सब मेरे अंदर है, वो कभी भी जाएगा नहीं. ഇത് ഉള്ളിലുണ്ട്, അത് ഒരിക്കലും പോവില്ല. അപ്പോൾ അതിലേക്ക് കണക്ട് ആവുന്നതിന് പകരം നമ്മൾ പുറത്ത് കണക്ട് ആവുന്നു. मैं बाहर कनेक्ट करके एक एक को शक्ति देने लगा. അപ്പോൾ നമ്മുടെ ഇച്ഛാശക്തി ഡൈവേർട്ടായി. इसलिए हमारा इच्छा शक्ति वीक हो गया, क्योंकि हम एक एक में कनेक्ट. हमारा വീട് പൊളിഞ്ഞു പോയാൽ നമ്മുടെ ശക്തി പോയി, ഒരു പദവി പോയാൽ എൻ്റെ ശക്തി പോയി, എൻ്റെ ശരീരത്തിന് അസുഖം വന്നാൽ എൻ്റെ ശക്തി പോയി. हमारे पोस्चर चला गया तो मैं वीक हो गया, मेरा पैसा चला गया तो मैं वीक हो गया, मेरे शरीर में कुछ हो गया तो मैं वीक हो गया, मेरा शक्ति चला गया, क्योंकि हमने उस पर हमारी शक्ति ट्रांसफ़र कर दिया. मेरा जो अंदर का अंतर्लीन शक्ति है അത് നമ്മൾ वो उस पर ट्रांसफ़र कर दिया. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒറിജിനൽ ആയിട്ടുള്ള ആ വിൽ പവറും ആ കോൺഫിഡൻസും നഷ്ടപ്പെടുത്തിയത്. जो हमारा शुरू का जो इच्छा शक्ति है वही हमने नष्ट कर दिया, क्योंकि हमारे मल्टीपल चैनल में बिखर गया. अब इनको ഏകത്രിത് करना चाहिए. നമുക്ക് ഇതെല്ലാം കൂടി ഏകത്രിതമാക്കണം, ഒരു ചാനലിലേക്ക് കൊണ്ടുവരണം. വെള്ളത്തിനെ ഡാമിൽ കെട്ടി നിർത്തുന്നത് പോലെ, जो पानी को डैम में ऐसे बंद करके रखता है, मल्टीपल चैनल से डाइवर्ट करके एक करता है, तभी हमारी वो ओरिजिनल शक्ति वापस आती है. നമ്മൾ അതങ്ങനെ ഒന്നാക്കി നിർത്തുമ്പോൾ നമുക്ക് പഴയ കോൺഫിഡൻസും ശക്തിയും തിരിച്ചു വരുന്നു. അതെങ്ങനെയാണ് വരുന്നത്? നമ്മൾ താഴേക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ള ഈ നമ്മുടെ ഒറിജിനൽ സ്നേഹം, ഇതെല്ലാം സ്നേഹം തന്നെയാണ്. जो शक्ति देता है ये मेरा स्नेह है. ये जो बाहर का जो मैंने स्नेह दिया, जो अफेक्शन दिया है, उसको हम ഡയറക്റ്റ് करना है मेरे अंदर के वो एसेंस की तरफ. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഉണ്മയ്ക്ക് ഞാൻ എവിടെ നിന്നാണ് ശക്തി എടുക്കുന്നത് അതിലേക്ക് തന്നെ തിരിച്ചു വിടണം. ഉദർ കണക്ട് കിയാ तो हमारा मल्टीपल चैनल्स निकल जाएगा एक बार. അപ്പോൾ ഇതാണ് വാട്ടർ പോയിന്റും ഫയർ പോയിന്റും നമ്മൾ യോജിക്കുന്നത്. फायर पॉइंट जो प्रेम है हमको मास्टर की तरफ भक्ति में धीरे धीरे डेवलप होता है. അപ്പോൾ മാസ്റ്ററോടുള്ള ഭക്തി വരുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഡിഫറൻസ് ധൈര്യക്കുറവില്ലാണ്ടാവും. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമൻ പറയുന്നത് ഞാൻ അഭയം തരുന്നു. ഭഗവാൻ श्रीराम बोलता है कि मैं अभय देता हूँ. जब मेरा भक्त कोई मेरा भक्त होता है उसको कभी भय नहीं होगा. अब भक्ति अभयമാണ് ഉണ്ടാക്കുന്നത്. भक्ति हमारे अंदर वो धैर्य पैदा करना चाहिए, नहीं तो वो भक्ति नहीं है. हम सुनते हैं कि भक्ति भगवान को डर के करना चाहिए, हम पूजा करते हैं डर के. ऐसा डर की बात ही नहीं है. भगवान के समीप हम आ जाते हैं तो अंदर
കോൺഫിഡൻസ് ആനാ ചെയ്യേ, ധൈര്യം ആനാ ചെയ്യേ. അപ്പോൾ ഫയർ പോയിന്റും എർത്ത് പോയിന്റും കൂടി യോജിക്കുമ്പോൾ നമ്മൾ ഭക്തന്മാരായി മാറാൻ, നമ്മൾ യഥാർത്ഥത്തിൽ കോൺഫിഡൻസ് നമുക്ക് തിരിച്ചു പിടിക്കുകയാണ്. हमारा कॉन्फिडेंस वापस हमको हम യൂസ് कर रहे हमको वापस मिल रहा है. നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് തിരിച്ചു പിടിക്കുകയാണ്. പക്ഷേ താഴേക്ക് എന്നുള്ള ഈ ഡൈവേർഷൻസ് നമുക്ക് ആവശ്യമാണ്. हमारे अंदर जो भय है, हमारे अंदर जो कॉन्फिडेंस का ऑपोजिट है डिफिडेंस, वो भी हमको चाहिए. നമ്മളെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ സഹായിക്കുന്നു. അതുകൊണ്ട് അതിനെ നമുക്ക് വിട്ടിട്ട് ഓടാനും പറ്റില്ല. അപ്പോൾ അതിലേക്ക് കണക്ഷൻ നിർത്തിക്കൊണ്ട് വേണം നമുക്ക് ഈ ഭക്തി തുടരാൻ. അതിലേക്ക് കണക്ഷൻ നിർത്തിക്കൊണ്ട് വേണം നമുക്ക് ഈ കോൺഫിഡൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ, അവിടേക്ക് വീഴാതിരിക്കാൻ. हम जो इंस्ट्रूमेंट यूज़ करते हैं, हमारे शरीर का जो इंस्ट्रूमेंट यूज़ करते हैं, उसको हम अच्छी तरह यूज़ करना है. उधर गिरना नहीं चाहिए. നമ്മൾ എങ്ങനെയാണ് വീഴുന്നത്, എങ്ങനെയാണ് താഴേക്ക് വീഴുന്നത്, നമുക്ക് ശരിക്കുള്ള അറിവില്ലാത്തതുകൊണ്ട്. हमको सच्ची में वो ज्ञान नहीं है, इसीलिए हम नीचे गिर रहे हैं. സച്ചാ ജ്ഞാൻ മിൽ ഗയ തോ ഹം നീച്ചെ നഹീം ഗിരേംഗെ. നമ്മൾ ശരിക്കുള്ള ജ്ഞാനം കിട്ടി കഴിഞ്ഞാൽ താഴേക്ക് വീഴില്ല. അപ്പോൾ താഴേക്കുള്ള നമ്മുടെ ഈ പ്രവൃത്തികളെ എങ്ങനെയാണ് നമ്മൾ റെഗുലേറ്റ് ചെയ്യുക? അവിടെയാണ് ക്ലീനിങ്. हमारे अंदर हमने जो क्रिएट किया है, नीचे की तरफ अटैचमेंट करते हुए जो संस्कार क्रिएट किया, अज्ञता क्रिएट किया है, उसको हमको ही क्लीन करना चाहिए. നമ്മളത് ക്ലീൻ ചെയ്ത് കളയണം. നമുക്ക് ശുദ്ധി करना चाहिए. അവിടെയാണ് നമ്മൾ ക്ലീനിങ് പ്രോസസ്സ്. നമ്മൾക്ക് ഈശ്വരൻ്റെ സ്നേഹം, മാസ്റ്ററിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം, मास्टर से जो स्नेह मिलता है, प्रेम मिलता है, वो जो ट्रांसमिशन के रूप में, मास्टर का प्रेम ही है ट्रांसमिशन, वो अंदर आता है. और हमारे अंदर का जो അജ്ഞത है, इग्नोरेंस हो, उसको सब निकाल देता है. ഈ അജ്ഞതയാണ് നമ്മളുള്ള ചക്രങ്ങൾ ഉണ്ടാക്കുന്നത്. जो चक्र पैदा करता है और चक्र में अटैच होते अज्ञता की हिसाब से ये सब अनवाइंड होके नॉलेज बन जाता है. ഈ ചക്രങ്ങളൊക്കെ അൺവൈൻഡ് ആയിട്ട് നോളജ് ജ്ഞാനമായി മാറും. ഒരു കയറ് നോട്ട് ആവുമ്പോൾ ദാജി ഈ അടുത്തൊരു ടോക്കിൽ പറഞ്ഞു, एक रस्सी ऐसे एक नॉट बना दिया तो रस्सी को कुछ नहीं हुआ, पर वो नॉट बन गया है. अगर वो नॉट अनवाइंड किया तो वो पहला रस्सी बन गया. നമ്മൾ ഉള്ള ഒരു കയറ് കെട്ടിട്ടാൽ കയറൊന്നും പറ്റില്ല, കെട്ടഴിക്കും പഴയ കയറാവുന്നു. അതുപോലെ നമ്മൾ നമ്മുടെ ഒറിജിനൽ ട്രാൻസ്മിഷനെ സ്നേഹം ഉപയോഗിച്ച് താഴേക്ക് തിരിച്ചിട്ട് അത് സംസ്കാരങ്ങളിൽ നിന്ന് നോട്ട്സായി. ഈ നോട്ട്സിനെ നമ്മൾ അൺവൈൻഡ് ചെയ്യണം. അത് നമ്മൾ തന്നെ അൺവൈൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് ക്ലീനിങ് നമ്മൾ സ്വയം ചെയ്യണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ശുദ്ധീകരണം നമ്മൾ തന്നെ ചെയ്യണം. इसीलिए हमको हमारी इच्छा शक्ति क्लीनिंग में यूज़ करना चाहिए, क्योंकि हमने ही बनाया है ये सब नोट्स. मास्टर उसमें सहायता करता है. മാസ്റ്റർ നമ്മളെ സഹായിക്കുന്നു ഈ നോട്ട്സ് അൺവൈൻഡ് ചെയ്യാൻ. മാസ്റ്റർ ട്രാൻസ്മിഷൻ തരുന്നു, നമ്മളത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ നോട്ട്സ് അൺവൈൻഡ് ചെയ്യുന്നു, നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പിന്നെ അത് തിരിച്ചു വരാൻ സമ്മതിക്കരുത്. ये जो नोट्स अनवाइंड किया और हमारे अंदर जो क्लीन हो गया, ये वापस नोट नहीं बनाना चाहिए. അതെങ്ങനെ നമുക്ക് ചെയ്യാം? നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലൂടെ. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ കൊണ്ടുവരണം. हमको ये नोट वापस नहीं बनाना चाहिए. कैसे नहीं बनाएंगे? हमारे कैरेक्टर ट्रांसफॉर्मेशन से, हमारे आशाएं जो हमको ये नोट्स बनाने की लिए प्रेरित करता है, वो हमारे जीवन में अभी नहीं आना चाहिए. ഇനി ആശകളില്ലാതെ നമ്മളെ സ്ലേവ്സ് അല്ലാതെ ആശകൾ വേണം. ദാജി പറയുന്ന ആശകൾ വേണം. आशाएं हमको होना चाहनी चाहिए, पर उसमें हम ऐसे अटैच नहीं होना चाहिए, उसका स्लेव नहीं बनना चाहिए. ऐसे जीने से ये नॉट वापस नहीं आएगा. അവിടെയാണ് നമ്മൾ സതത് സ്മരൺ, കോൺസ്റ്റന്റ് മെമ്പറൻസ്, നിരന്തര സ്മരണ സഹായിക്കും. അപ്പോൾ ഇതെല്ലാം പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ये सब अपने आप आपस में मेल जोल के ही काम करते हैं. അപ്പോൾ നമ്മൾ സ്നേഹത്തിൽ കോൺഫിഡൻസിൽ മുന്നേറുമ്പോൾ അതേ ट्रांसमिशन, जो ट्रांसमिशन है हमको जो प्रेम में हमारे ऊपर हमको ऐसे उठाता है और हमारे अंदर जो कॉन्फिडेंस पैदा करता है, वही ट्रांसमिशन को यूज़ करके हमारे अंदर का अज्ञता को हम निकालना चाहिए. उसी ट्रांसमिशन में हमको सेंटर करके सतत स्मरण में होने के लिए मेडिटेटिव स्टेट को मेंटेन करना चाहिए. അവിടെയാണ് നമ്മുടെ ഇച്ഛാശക്തി പിന്നെ ഉപയോഗിക്കേണ്ടത്. हमारी इच्छाशक्ति हमको अब नीचे जाने की तरफ, नीचे की तरफ की हमारी यात्रा को ബ്ലോക്ക് करने के लिए യൂസ് करना चाहिए. താഴേക്കുള്ള യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കാനും നമ്മൾ ഇച്ഛാശക്തി ഉപയോഗിക്കണം. നമ്മൾ എല്ലാത്തിനും റെഗുലേറ്റ് ചെയ്യണം. ചിന്ത जो आती है, चिंताएं इग्नोर करो, मास्टर की चिंता उधर लाओ. जो जो शब्द आते हैं, हमारी शब्द, हमारे कॉन्वर्सेशन को निकालो और मास्टर के कॉन्वर्सेशन को बनाओ. लाला जी महाराज ने बोला है, प्रिंसिपल्स ऑफ कॉन्वर्सेशन. जो काम करते हैं वो काम ऐसा करो कि वे मास्टर का काम है.
मेरे लिए नहीं कर रहे हैं, उनके लिए मास्टर की सेवा में कर रहे हैं, ये कर्म योग भी बन जाता है। और जब रिजल्ट्स आता है, फल आता है, वो मास्टर की फल है, उसको उनको ही दे दो. അപ്പോൾ സ്റ്റെപ്പായിട്ട് ചിന്തകൾ വരുമ്പോൾ എൻ്റെ ചിന്തകളെ അവഗണിക്കുക, മാസ്റ്റർ ചിന്ത അവിടെ കൊണ്ടുവരിക. വാക്കുകൾ വരുമ്പോൾ എൻ്റെ വാക്കുകൾ മാറ്റി നിർത്തുക. ലാലാജി മഹാരാജ് പറഞ്ഞവരെ മാസ്റ്ററുടെ ശബ്ദം അവിടെ വരട്ടെ. എൻ്റെ പ്രവൃത്തി മാറ്റി നിർത്തിയിട്ട് മാസ്റ്ററുടെ പ്രവൃത്തി അവിടെ ചെയ്യുക. വോളണ്ടറി വർക്ക്. പ്രവൃത്തികളുടെ ഫലം വരുമ്പോൾ പ്രവൃത്തിയുടെ ഫലവും മാസ്റ്റർക്കുള്ള, എനിക്കുള്ളതല്ല. എനിക്ക് ഫലം മാസ്റ്റർ തന്നു കഴിഞ്ഞു. എനിക്ക് മാസ്റ്റർ എനിക്ക് കിട്ടി, ഇതാണ് എനിക്ക് കിട്ടിയ ഫലം. जो हमारे फल क्या है काम करने में, मुझे मास्टर മിൽ ഗയാ ഹെ, യഹി മേരാ ഫൽ, കർമ്മഫൽ എനിക്ക് മാസ്റ്റർ കിട്ടിക്കഴിഞ്ഞു, ഇനി എനിക്കത് ഒരിക്കലും നഷ്ടപ്പെടില്ല. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ പോയിന്റുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ऐसे ही अग्नि चक्र और जल चक्र दोनों हारमोनी में होके हमको ऊपर जाने में हेल्प करता है. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഫയർ പോയിന്റിൻ്റെയും വാട്ടർ പോയിന്റിൻ്റെയും ആ ഹാർമണി അത് കൊണ്ടുവരാനായിട്ട് ഇന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. हमारे अग्नि चक्र और जल चक्र में जो हार्मनी बनना है, उसके बारे में हम ध्यान करेंगे. അതിൻ്റെ മുകളിൽ നമുക്ക് ധ്യാനിക്കാം. इस इंटीग्रेशन बनाने के लिए हमारा ध्यान करेंगे. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. आँख बंद करके शांत होके बैठिए. फर्स्ट पॉइंट की तरफ अटेंटिव हो जाइए. ഫസ്റ്റ് പോയിന്റ് തലത്തിലേക്ക് ശ്രദ്ധ തിരിക്കൂ. ഹൃദയത്തിലുള്ള ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. हृदय में स्थित दिव्य प्रकाश का स्रोत मन को आकर्षित करते हुए महसूस कीजिए और उस दिव्य प्रकाश में ध्यान प्रारंभ कीजिए. प्लीज स्टार्ट मेडिटेशन. നിശ്രദ്ധ തേർഡ് പോയിന്റിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരൂ. अपना अटेंशन थर्ड पॉइंट फायर पॉइंट के सेंटर में ले आइए. थर्ड पॉइंट के सेंटर में मेडिटेशन चालू कीजिए. थर्ड पॉइंट क्लीनिंग आना. थर्ड पॉइंट का क्लीनिंग पहले हम करेंगे. थर्ड पॉइंट सेंटर फायर एलिमेंट ക്ലീൻ होता महसूस कीजिए. തേർഡ് പോയിന്റ് സെൻറ്റർ ആയിട്ടുള്ള ഫയർ എലിമെൻറ്റ് ക്ലീൻ ആവുന്നതായി ഫീൽ ചെയ്യൂ. ഫോർത്ത് പോയിന്റ് फायर एलिमेंट उल्लது 9 o'clock पोजीशन ആണ്. फोर्थ पॉइंट में 9 o'clock पोजीशन फायर एलिमेंट में क्लीनिंग हो रहा है. फिफ्थ पॉइंट 9 o'clock पोजीशन. फिफ्थ पॉइंट 3 o'clock पोजीशन क्लीनिंग हो रहा है.
फर्स्ट पॉइंट 3 o'clock क्वेश्चन क्लीनिंग हो रहा है, फायर एलिमेंट। सेकेंड पॉइंट 12 o'clock क्वेश्चन ഫയർ എലിമെൻറ്റ് ക്ലീനിങ് ആവുന്നതായി അനുഭവിക്കും. फर्स्ट पॉइंट 12 o'clock क्वेश्चन फायर एलिमेंट क्लीन होता महसूस कीजिए. ഇനി തിരിച്ച് തേർഡ് പോയിന്റിലേക്ക് വരും. अभी थर्ड एलिमेंट का सभी चक्कर में क्लीनिंग हो गया है. थर्ड पॉइंट के सेंटर में वापस आ जाइए. തേർഡ് പോയിന്റ് സെൻറ്ററിലേക്ക് തിരിച്ചു വരും. ഇന്ന് നമ്മൾ